എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും കമൻറ്റിന് മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒന്ന് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്? ഇഷ്ടമായോ? എനിക്കൊരുമാതിരി മുറുക്കാൻ തിന്നുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ ചുണ്ടു പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇത് സംഭവം എന്താ വെച്ചാൽ, എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ അവൻ്റെ ഷോപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടുന്ന് ഗിഫ്റ്റായിട്ട് തന്നതാണ് 2 ലിപ്സ്റ്റിക്ക് വരുന്നത്, ഒന്ന് നമ്പർ വരുന്നത് 16 ടെറാക്കോട്ട എന്നാണ് വരുന്നത്. ഒന്നുണ്ട് ഇതിൻ്റെത്. ഇതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കൊയിലാണ്ടി പോകുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ലാസ്റ്റ് ചെയ്യുന്ന സംഭവം കേട്ടോ. അതിൻ്റെ മുകളിൽ തന്നെ ഞാനത് പോക്കാത്ത തന്നെ അതിൻ്റെ മുകളിൽ തന്നെ ഇട്ടതാണ്. ഇത് 10 നമ്പർ വരുന്നത്. റോസ് വേൾഡ് എന്നാണ് ഉള്ളത്. എന്താ ഷുഗർ പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഇത് നല്ല കമ്പനിയാണോ മോശം കമ്പനിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇതിനെത്ര 239 രൂപ എങ്ങാണ്ടാണ് ഒന്നിന് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ 2 ലിപ്സ്റ്റിക്ക് അവൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. താങ്ക്സ് ബ്രോ. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയലിട്ട് നോക്കിയത് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒന്ന് എനിക്ക് ഒന്ന് മോൾക്കും എടുക്കാമെന്ന് കരുതി. അപ്പം ഞാൻ എടുക്കാൻ ഇതാ തീരുമാനിച്ചിരിക്കുന്നത്. അവൾ കുറച്ചും കൂടി എന്നെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറാണ്. അപ്പോൾ അവൾക്ക് കുറച്ചുകൂടി ലൈറ്റ് കളറായിരിക്കും ചേരുക. അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതായാലും അതെ, ഈ 2 ലിപ്സ്റ്റിക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഗിഫ്റ്റ് തന്ന എൻ്റെ ഫ്രണ്ടിനോട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നും എന്നത്തെ പോലെയും കമൻറ്റിന് മറുപടി. ഓക്കെ, ഇന്നത്തെ കമൻറ്റിന് ഏതിനാണ് മറുപടി തരാൻ പോകുന്നതെന്ന് വെച്ചാൽ, കണ്ണൻ കാരണം മരിക്കാൻ നോക്കി, പക്ഷേ കണ്ണൻ കാരണം ജീവിക്കാനും നോക്കുന്നു. വല്ലാത്ത അവസ്ഥ തന്നെ അല്ലേ എന്നാണ് തംബ്ലൈന് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ കമൻറ്റുകളാണ് ഇന്ന് ഞാൻ ഇവിടെ. എൻ്റെ ഭാവി ഞാൻ തന്നെ സുരക്ഷിതമാക്കാം, നിങ്ങളാരും വന്നിട്ട് കാര്യമല്ല. അപ്പം അതിൻ്റെ കമൻറ്റുകളാണ് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത്. 87 കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഷജുവ 3 ബസ്സിൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന കാര്യമാണല്ലോ നമുക്ക് കമൻറ്റിന് മറുപടിയായിട്ട് തരാൻ പറ്റുള്ളൂ. ഒന്ന് ഓൻ്റേതും, ഒന്ന് ഓൻ്റെ അച്ഛൻ്റേതും, ഒന്ന് ഓൻ്റെ അമ്മായി അച്ഛൻ്റേതും ആയിരിക്കാം മേ ബി ഈ 3 ബസ്സുകൾ. അതിൻ്റെ താഴെ തന്നെ അവൻ തന്നെ കമൻ്റ് ഇട്ടേക്ക് യെസ്. അപ്പം ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ള ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്ന് ഓൻ്റെതും, ഒന്ന് ഓൻ്റെ അച്ഛൻ്റെതും, ഒന്ന് ഓൻ്റെ അമ്മായി അച്ഛൻ്റെതുമാണ് ബസ് എന്നുള്ളതാണ്. ഷജുവ 1603. അടുത്തത് ഷമീറ. നീ ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നിന്ന് ഉയരത്തിൽ എത്തണം. ഈ കൃഷ്ണനെ വരയ്ക്കുന്നത് തെറ്റാണെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. പടച്ചോൻ നിനക്ക് ജീവിക്കാനുള്ളത് ഇങ്ങനെ ആയിരിക്കും തന്നത്. ഞാൻ ആദ്യം വിചാരിച്ച എനിക്ക് നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഇതുവരെ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ഉയർച്ചയിലെത്തി കാണണമെന്ന് ഷമീറ ആഗ്രഹിക്കുന്നുണ്ട്. പടച്ചോൻ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് എൻ്റെ തലയിൽ എഴുത്ത് തന്നത് എന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത്. ശരിയാണ്. നമ്മുടെ 4-ാം മാസം, അമ്മയുടെ വയറ്റിൽ നമ്മൾ 4 മാസം പ്രായമാവുന്ന സമയത്ത് നമ്മളുടെ തലവര എഴുതുമെന്നും കേട്ടിട്ടുണ്ട്. ഒരു പക്ഷെ ആ സമയത്ത് എൻ്റെ തലവര അങ്ങനെയായിരിക്കും എഴുതിയത്. അതിൽ അസൂയപ്പെട്ടിട്ട് തോന്നുന്നത് പടച്ചോൻ ജീവിക്കാനുള്ള ഇങ്ങനെയായിരിക്കും തന്നത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മറ്റുള്ളവർ ഇന്നത്തെ കാലത്തിലും നല്ലതിൽ ജീവിക്കുന്നത് ആർക്കും അസൂയയാണ്. ഒറ്റ മിനിറ്റ് ഒന്നും കൂടി വായിക്കട്ടെ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, വായിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മറ്റുള്ളവർക്ക് ഇന്നത്തെ കാലത്തിലും നല്ലതിൽ ജീവിക്കുന്നതിന്
ആൾക്കാർക്ക് അസൂയാണ്. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നതിന് ആൾക്കാർക്ക് അസൂയാണ് എന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. മോളെ, എന്തേലും തെറ്റുകൾ പറ്റാത്ത പെണ്ണുങ്ങളും ചെയ്യുന്ന അതൊന്നും നോക്കണ്ട. മോളെ, എന്തെല്ലാം തെറ്റുകൾ പല പെണ്ണുങ്ങൾ ചെയ്യുന്നു, അത് ഒന്നും നോക്കണ്ട. ആളില്ല ഭർത്താക്കന്മാർ ഉള്ളവർ വളരെ പല എന്ന് വെച്ചാൽ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ വരെ പല തെറ്റുകളും ചെയ്യുന്നു എന്നാണ് ഷമീറ പറഞ്ഞിരിക്കുന്നത്. സത്യ ഷമീറ, ഒരാൾക്കെങ്കിലും ഇതുവരെ എനിക്ക് നെഗറ്റീവുകൾ മാത്രമായിരുന്നു ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഈ 100 വേണ്ട 10 നെഗറ്റീവിൽ ഒരു പോസിറ്റീവെങ്കിലും എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ താങ്ക് ഗോഡ് എന്ന് പറയാം ഞാൻ. ഷമീറ തന്നെ, എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ജസ്ന ചെയ്ത തെറ്റ് എന്താണ്? ഇവൾ കൃഷ്ണനെ വരിക്കുന്നതല്ലേ നിങ്ങൾ കാണുന്നത്? പടച്ചവനും കണ്ണനും യേശുവും എല്ലാം ഒന്നു തന്നെയാണ്. നമ്മളെല്ലാം ഒരു മാതാപിതാക്കളുടെ മക്കളാണ്. എന്തിനാണ് ഇങ്ങനെ? ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ജീവിച്ച് പോക്കോട്ടെ. മുസ്ലിമായ എന്ന് വിചാരിച്ച് കൃഷ്ണനെ വരയ്ക്കുന്നതിൽ എന്താണ് തെറ്റ്? എനിക്ക് അഭിപ്രായമുണ്ട്. ഇനിയും നല്ല രീതിയിൽ കൃഷ്ണനെ വരച്ച് നീ മുന്നോട്ട് പോകണം. ഒരു മുസ്ലിമാണ് എനിക്ക് നീ ചെയ്യുന്നത് തെറ്റായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നീ ഇനിയും ഉയരത്തിലെത്താൻ ഞാൻ പടച്ചോനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഷമീറ. ഈ വാചകങ്ങൾ എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യമാണ്. കാരണം എന്നെ തെറി വിളിക്കാനും തോന്നിയാസം വിളിക്കാനും മാത്രമാണ് എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് എല്ലാവരും വരാറ്. അപ്പോൾ എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെങ്കിലും വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ CP റിജേഷാണ്. ജസ്ന വെടികളെ മൈൻഡ് ചെയ്യണ്ട, ഫുൾ സപ്പോർട്ട്. താങ്ക് യു. ഇതിനും എനിക്ക് സപ്പോർട്ട്. നമ്മളെ നെസറു മന്മാർ സൂപ്പർ ഉമ്മർ, ഏതൊരു ഉമ്മറാട്ടോ. ജസ്നയുടെ ആത്മഹത്യ, അത് വരുമാനം ഇനി പഴയ പോലെ കിട്ടില്ല. സത്യം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ സഹതാപം പിടിച്ചു പറ്റാൻ ഉള്ള ഒരു മാർഗമായിട്ട് ആത്മഹത്യ മാത്രം. വൈകാതെ അമ്പലത്തിൽ കയറാൻ അരുണിനെ അവൾ വിവാഹം കഴിക്കും. അതും ഒരു നാടകമാവും. കാത്തിരുന്ന് കാണാം. ഓക്കെ, നാടകമാണെങ്കിൽ നാടകമാവട്ടെ. ഞാൻ സമൂഹത്തിൻ്റെ സഹതാപം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആത്മഹത്യാ നാടകം കളിക്കുകയോ ഞാൻ എവിടെയോ പോസ്റ്റ് ചെയ്യുകയോ ഞാൻ ഇന്ന കാരണത്തിനാണ് എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ഇഷ്യൂ നടന്ന് 48 ഹവേഴ്സ് കഴിഞ്ഞിട്ടാണ് പുറം ലോകം അറിയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് ആത്മഹത്യാ നാടകമല്ല എന്നുള്ളത്. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ അറിയാം അത് ആത്മഹത്യാ നാടകമാണ്. അത് ഞാൻ അത്രയും അത്രയും വിഷമത്തോടെ ചെയ്തൊരു സംഭവമാണ്. എനിക്കറിയാം ഞാൻ ചത്തിട്ടില്ലേ, ഞാൻ കോമാളിയായിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് പെടും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ചാവണേ ചാവട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ചെയ്തതാണ്. പിന്നെ വീഡിയോ എടുത്തു വെച്ചത് ഞാൻ എന്തിനാണ് മരണപ്പെട്ടതെന്നുള്ളത് നാളെ സമൂഹം അറിയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചിരുന്നത്. മുനീർ, നീ അടുത്തൊന്നും ചാവില്ലടി. അതേടാ മുനീറെ, എങ്ങനെ നോക്കിയിട്ടും ഞാൻ ചാവുന്നില്ലടാ. ഞാൻ ചാവണം എന്ന് വിചാരിക്കുന്ന ദിവസം കാലന് കല്യാണമാണെന്ന് തോന്നുന്നു. എന്താപ്പ ചെയ്യ. എന്താ പുൾസു പ്ലസ് എന്നോ? ഇവൾക്ക് വട്ടാണോ? ഇല്ല, സത്യമായിട്ടില്ല. ഇനി ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ നിന്റെ തലേ തേങ്ങ വീണോട്ടെ.
എന്തായാലും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് പറയാ. നിങ്ങൾക്കില്ലേ പിന്നെ ഞങ്ങൾക്കുണ്ടോ നിങ്ങൾ ചോദിക്കണോ? നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഇപ്പം പണമുള്ള ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേപോലെയാണ് ഒരു ഭ്രാന്തുള്ള ഒരുത്തിയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവൾ ഈ നാടകം നിർത്തുമോ? കൂടെയുള്ള കള്ള ബ്രദറിന് ആ ചെകിട് നോക്കിയിട്ട് ഒന്ന് കൊടുത്തുകൂടെ? ആർക്ക്? അവന് എന്നെ തല്ലിക്കൂടെന്നോ അല്ലെ എനിക്ക് അവനെ തല്ലിക്കൂടെന്നോ? അവൻ എന്നെ തല്ലിക്കൂടെന്നല്ലേ ആണ് ഉദ്ദേശിച്ചെങ്കിൽ അവൻ എന്നെ പല പ്രാവശ്യം തല്ലിയതാ. ഞാൻ നന്നാവില്ല എന്ന് അവന് തോന്നിയപ്പോൾ, അവൻ്റെ കൈ വേദന ആവും തോന്നിയപ്പോൾ അവൻ നിർത്തിയിട്ട് പോയതാ. ഈ അടുത്ത കാലത്തും എനിക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ മോനോട് ഫോണിൽ വീഡിയോ കേട്ട് കുടുങ്ങി വരെ ചെയ്തിട്ടുണ്ട്. ഒന്നും പറയണ്ട. ചന്ദ്രൻ 2-3 ഹാർട്ട് ഇട്ടിട്ടുണ്ട്, ഒരു ഹായ് അയച്ചിട്ടുണ്ട്. എന്താണ്? അയ്യോ, റുന്നി സയു, എനിക്ക് പേര് വായിക്കാൻ കിട്ടൂല. ആർക്കു മുമ്പ് നീ പരലോകത്തേക്ക് പോകും? അവർക്ക് മുമ്പ് നീ പരലോകത്തേക്ക് പോകും. ആർക്ക് മുമ്പ്? മാമ തന്നെ. അതേ, എനിക്ക് അവൻ മാമൻ തന്നെയാണ്. ഈ ചെങ്ങായി തന്നെയാണ് ഇട്ടത്. അടുത്തത്, എടാ നിനക്ക് ഇങ്ങനെ 2 വാക്കിലായിട്ട് ഇടാണ്ട് മൊത്തമായിട്ട് അങ്ങിട്ടാ പോരെ? എന്താ ചെയ്ത എനിക്ക് മനസ്സിലായില്ല. ഡി കയറ് കഴുത്തിലിട്ടു, അതു ആളുപ്പാണോ? ഇയാളെന്താ ഇതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അയാളത് പോട്ടെ, അടുത്ത് നോക്കുക. അനില, എല്ലാ സുഖത്തിനും രാത്രി വേദന ഉണ്ടാവുന്നു. എല്ലാ അസുഖത്തിലും രാത്രി വേദന ഉണ്ടാവും. ഇടയ്ക്കിടെ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത ഒരു സുഖമാണോന്ന്? ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് അനില രാത്രിയല്ല, പട്ടാപ്പകലാണ്. അതുകൊണ്ട് അതിന് വേദന കാണില്ല. നമ്മളെ സൂപ്പർ ഉമ്മർ എന്തോ പിന്നെ അയച്ചിട്ട്, ജസ്റ്റ് നിങ്ങൾ കൂടുതൽ വാശി പിടിപ്പിച്ചെങ്കിൽ എന്നാ ചെയ്യടാ അമ്മൻ്റെ മോനെ? കണ്ണനെ കാണാൻ വേണ്ടി വന്നാൽ അരുണിനെ അവൾ വിവാഹം കഴിക്കും. വൈകാതെ കാണാം നിങ്ങൾക്ക്. ഞാൻ അരുണിനെ കല്യാണം കഴിച്ചാൽ എനിക്കെന്താടാ ഉമ്മറേ? എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ അവനെ കഴിക്കാണ്ടിരിക്കുക എന്തോ ചെയ്തോട്ടെ. നൗഫി തള്ളിമറിക്ക് കുറച്ച് ഛർദ്ദിക്കുന്നതും കൂടി. എൻ്റെ പൊന്നാര നൗഫിയെ ഓർമ്മിപ്പിക്കല്ലേ ഇടേ, മൈഗ്രെയിൻ ഉള്ളതാണ്. ഞാൻ തുടങ്ങിയ പിന്നെ നിർത്തൂല ഛർദി. നൗഫിയ തന്നെ ഛർദ്ദിക്കുന്നത്. പിന്നെ ഈ ഉമ്മറിന് വേറെ പണിയില്ലായിരിക്കും. ജസ്റ്റ് നിങ്ങൾ കൂടുതൽ വാശി പിടിപ്പിക്കും. ഇത് ഇങ്ങനെ റിപ്പീറ്റഡ് ഇങ്ങനെ അയച്ചിട്ട് എന്തോ കിട്ടുമോ? ഒറിജിനൽ കളർ ഏത്? ഞാൻ ഒറിജിനൽ കളറിലൊക്കെ ഇഷ്ടം പോലെ വന്നിട്ട് ഇന്നും കൂടി ഒരു വീഡിയോ വായ വെട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ കണ്ണു എഴുതിയില്ല, ലിപ്സ്റ്റിക് എഴുതിയിട്ടില്ല, കുളിച്ചിട്ടുമില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ ഞാൻ ബസന്തിയാണ് എന്നുള്ളത്. ജലീൽ, എത്രയൊക്കെ എല്ലാവരും സലീമിനെ കുറിച്ച് ചോദിച്ചിട്ടും ഒരു വീഡിയോ കോൾ വിളിച്ചു അത് പോസ്റ്റ് ചെയ്താൽ പോരെ? അതിന് കഴിയില്ല, കാരണം സലീം മായാവിയാണ്. വീഡിയോ കോൾ ഇപ്പം തൽക്കാലത്തേക്ക് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഞാൻ ഓഡിയോ നമ്പർ ചോദിക്കരുതേ കേട്ടോ. നീ സലീം ആരോ ആണെന്ന് പറയണ്ടേ. 2 3 4 5 10 കണ്ട. അപ്പം സലീം ആരോ ആണ് എന്ന് പറയണ്ട കേട്ടോ.
അപ്പം ഞാൻ സലീമിന് മെസ്സേജ് അയച്ച് 8:15. അപ്പം ആൾ ഡ്യൂട്ടിയില്ല, അതുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാൻ താല്പര്യം. പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പം ഞാൻ വീഡിയോ കോൾ ചെയ്ത് സലീമിനെ വീഡിയോ കോൾ ചെയ്ത് അത് പോസ്റ്റ് ചെയ്തെന്ന് വെക്കുക. നാളെ നിങ്ങൾ വേറെ എന്തെങ്കിലും പറയുന്നതെങ്കിൽ എനിക്കത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോടാ ജലീലേ? പോട്ടെ. റൈഹാനത്ത് സത്യമാണവിന കാലം എനിക്ക് എന്താന്ന് എഴുതിയെന്ന് മനസ്സിലാകുന്നില്ല, മംഗ്ലീഷാണ്. ഇനി അടുത്തത് എന്തോ ഒരു ഹെൽപ്പാണ്. ഈ ചിലരുടെ വായിക്കാൻ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്നവർക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹൈന്ദവ സഹോദരങ്ങളെ, ഇവളെ നിങ്ങൾ പവിത്രമായ ക്ഷേത്രത്തിൽ ഇവൾ കയറി റീൽ എടുത്ത് നിങ്ങൾക്ക് യാതൊരു അപമാനവും ഇല്ലേ? എടോ, ഞാൻ റീലാ എടുത്തത്, തുണി അഴിച്ചിട്ട് ഓടിയതൊന്നുമല്ല കേട്ടോ. ജലീൽ എന്താ വിഷം കുടിക്കുന്നത് കൊണ്ട് അപ്പം മരിക്കേണ്ടി വരുമല്ലോ, അതാ അഭിനയം നടക്കൂലാലോ. എടാ, ഞാൻ വിഷം കുടിച്ചിട്ട് 2 ദിവസം ബേബി മെമ്മോറിയൽ അല്ല, ഇതിൻ്റെ മെഡിക്കൽ ഷീറ്റ് വേണേ ഞാൻ ഇവിടെ കാണിച്ചിട്ട് 60,000 ബില്ലായത്. മരിക്കാൻ വേണ്ടി മുറിക്കാൻ അല്ലാതെ അഭിനയിക്കാൻ മുറിച്ച ഇങ്ങനെയോ എന്തോ അടുത്തതും തന്നെ. ഇങ്ങനെയുമുണ്ടോ പെണ്ണ്? ഉണ്ട്, ഇങ്ങനെയുമുണ്ട് പെണ്ണ്. നിന്റെ ഉമ്മയും ഞാനും ഒക്കെ പെണ്ണാടാ, അത് നീ മനസ്സിലാക്ക്. ഞരമ്പ് മുറി അഭിനയം. അങ്ങനെയാണെങ്കിൽ അഭിനയിക്കട്ടെ, എനിക്ക് ഓസ്കാർ കിട്ടുമല്ലോ, എന്തെങ്കിലും കിട്ടിയാൽ പോരെ, അഭിനയമാണെങ്കിലും. ലത്തീഫുസീൻ, സലീംക വന്നാൽ നീ അരുണിനെ പറഞ്ഞു വിടുമോ? നീ അപ്പോഴും ആത്മഹത്യ നാടകം കളിക്കുന്നത് കൊണ്ടല്ലേ അരുണിൻ്റെ സ്ഥിരമായി നിന്റെ കൂടെ കുട്ടം പിടിച്ച് നിൽക്കുന്നതെന്നോ? സലീം വന്നാൽ അരുണിനെ ഒഴിവാക്കുമോ എന്നുള്ളത് സലീം വരട്ടെ, അന്നപ്പോൾ ആലോചിക്കേണ്ട കേസാണ്. ഇപ്പോൾ ഏതായാലും സലീം ഇവിടെ അല്ലല്ലോ, അപ്പം ഇപ്പം ഞാൻ ഏതായാലും അരുണിനെ ഒഴിവാക്കുന്നില്ല. ഇനിയിപ്പോൾ അരുണ് പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ അടുത്ത ആത്മഹത്യ നാടകം നടത്തുമ്പം ഞാൻ നിന്നോടുകൂടി അറിയിക്കാം കേട്ടോ. സോനു സലീം, ജസ്ന അഭിനയിച്ചതല്ലേ കൈമുറിച്ചത്? ആ സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം എനിക്ക് കാണിക്കാനൊരു ഓപ്ഷനും ഇല്ല, അല്ലെ ഡ്രസ്സിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആരും തല കറങ്ങി വീഴരുത്. എന്താ സുലൈമാൻ മുഹമ്മദ്, എന്നാലും നീ മരണം ആത്മഹത്യയായിരിക്കും, എത്രയും പെട്ടെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ മരണം ആത്മഹത്യ ആവാൻ എത്രയും പെട്ടെന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു, സന്തോഷമുള്ള കാര്യമാണ്. അനില, ജസ്ന, കമൻറ്റ് നേരെ വായിച്ച് ഒരു പേപ്പറിൽ എഴുതി വെക്കണം, എന്നിട്ട് വായിക്കണം. ഇതൊരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നത് പോലെ വായിക്കാൻ അറിയാത്ത കൊച്ചു കുട്ടികൾ പോലും വായിക്കുന്നത് പോലെ. എൻ്റെ പൊന്നാര മോളെ, ചിലത് മംഗ്ലീഷ് വായിക്കുന്നതേ കൊച്ചു കുട്ടികൾക്ക് നല്ല എഴുതിയാൽ അവന് തന്നെ വായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് മലയാളം വായിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.
അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിച്ചത്? എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. പ്രശ്നം തീർന്നില്ലേ? ഫാത്തിമ, ഇവൾക്കും ജാമിദക്കും കാശിൻ്റെ പുറത്ത് ഒന്നുമില്ല. ജാമിദക്ക് ഉറക്കവുമില്ല. 24 മണിക്കൂറും വീഡിയോ ചെയ്ത് അവൾ നട്ടപ്പാതിരക്കും റീൽസ് ചെയ്യാം. രണ്ടിനും ഏതായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാം. ഇതാണ് ഇവരുടെ തിയറി. അതിന് വേണ്ടി എന്ത് തെണ്ടിത്തരവും മുതിരാനും മടിക്കില്ല. എനിക്കും ജാമിദക്കും ഉറക്കില്ലെങ്കിൽ പോലും എൻ്റെ ഇത് പോട്ടെ. എൻ്റെ കുട്ടി ഒന്ന് 9ാം ക്ലാസ്സുകാരിയാണ്, ഒന്ന് 9ാം ക്ലാസ്സുകാരനാണ്, ഒന്ന് 6ാം ക്ലാസ്സുകാരിയാണ്. ജാമിദ ഉറക്കൊഴിഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ജാമിദ ഉറക്കൊഴിഞ്ഞ് റീൽസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ജാമിദ ഉറക്കൊഴിഞ്ഞ് സോഷ്യൽ മീഡിയൻ്റെ മുമ്പിൽ 24 hours അവൾ നിൽക്കുന്നുണ്ടെങ്കിൽ, അവളുടെ ഒരു മകൻ എൻജിനീയറിംഗ് പാസ്സായി വന്നിട്ടുണ്ട്. മകളെ MBBS പഠിക്കാൻ പോയിട്ടുണ്ട്. മകന് മറ്റേ BA അങ്ങനെ എന്തോ സംഭവമാണ്, എനിക്ക് പറയാൻ അറിയില്ല. ലാസ്റ്റത്തെ മോന് 9ാം ക്ലാസ്സിലാണ്. ഈ 4 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവൾ ഉറക്കൊഴിയുന്നത്. അല്ലാതെ നിന്നെപ്പോലെ ഫാത്തിമ്മനെ പോലെ കാമുകനെ വിളിച്ചിട്ട് നേരം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ജാമിദ അവിടെ കുത്തിരുന്ന് ലൈവ് ചെയ്യുന്നത്. നീ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അടുത്ത തറോ ഇംഗ്ലീഷിൽ കുറേ വാചകങ്ങൾ അയച്ചിട്ടുണ്ട്. എനിക്കിതൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ വായിക്കാനേ പോകുന്നില്ല. ഞാൻ ആ ഭാഗത്തേക്കേ നോക്കുന്നില്ല. പോട്ടെ പുലി. ഹൈറിൻ മെഹ്റിൻ അല്ല, ഹനിയ മെഹ്റിൻ വന്നിക്കല്ലോ. സലീമിനെ പറ്റി പറയുമ്പോൾ കണ്ണ് കണ്ടില്ലേ, എങ്ങോട്ടൊക്കെയോ നോക്കുന്നു. അതാണ് നുണ പറയുമ്പോൾ സംഭവിക്കുന്നത്. ഞാൻ സലീമിനെ കുറിച്ച് പറയുമ്പം കണ്ണ് എങ്ങോട്ടെങ്കിലുമൊക്കെ നോക്കണമെങ്കിൽ സലീം ഇവിടെ വേണ്ടേ? സലീം ഇല്ലാതെ അല്ലെ വീഡിയോ കോളെങ്കിലും ചെയ്യണ്ടേ? എന്നാലല്ലേ ഫാത്തിമ അല്ല മെഹറിന് ഹനിയ മെഹറിനെ കണ്ണൊക്കെ ഇങ്ങോട്ടെങ്കിലും നോക്കുള്ളൂ. എന്താ കുട്ടി എങ്ങനെ? ഇതൊന്നും അറിയില്ല, കെട്ടിയോൻ പറഞ്ഞു തന്നില്ല അതൊന്നും. ജീവ, എല്ലാ കണ്ണൻ്റെ പെടലിക്ക് വെച്ചാൽ മതിയല്ലോ. നിന്റെ തെമ്മാടിത്തരത്തിനു കാവല് നിൽക്കലാണല്ലോ പുള്ളിക്ക് പണി. അതെനിക്കറിയില്ല ജീവ, കണ്ണനോട് ചോദിക്കണം. എന്നോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിക്കുക, കണ്ണനോട് ചോദിക്കട്ടെ കണ്ണനോട് ചോദിക്കുക. ഞാനേതായാലും കണ്ണൻ്റെ പെടലിൽ കയറി കുത്തിരിക്കാൻ പോയിട്ടില്ല എൻ്റെ അറിവിൽ. ഇനി നിങ്ങളതൊക്കെ ആയിട്ട് പെടലിൽ കുത്തിരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. മുഹമ്മദ് സിനാൻ, മാറ്റിപ്പിടിക്ക്. എനിക്ക് സലീമിനെ തന്നെ മതി, വേറെ വേണ്ട. ശംഭോ, കണ്ണൻ കാരണം മരിക്കാൻ നോക്കി. നിങ്ങൾ ക്യാപ്ഷൻ കണ്ടു. കണ്ണൻ എന്ത് ചെയ്തു നിങ്ങളെ മരിക്കാനായി? കണ്ണൻ നിങ്ങളെ വല്ലതും ചെയ്തോ? വല്ലാത്തൊരു ക്യാപ്ഷൻ. ശംഭോ, നീ വീഡിയോ മുഴുവനായിട്ട് കാണ്, അപ്പം മനസ്സിലാവും കണം കാരണം എന്താ ചെയ്തത്, ഏതാണ് ചെയ്തത്. ക്യാപ്ഷൻ നോക്കിയിട്ട് കമൻ്റ് ഇടാൻ ആർക്കും പറ്റും. വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടുക എന്ന് പറയുന്നത് അതൊരു അന്തസ്സുള്ള കാര്യമാണ്. സുലേഖ, എന്താ സ്റ്റിച്ച് ഇടാൻ പേടി, മുറിക്കാൻ പേടിയില്ല. എന്നാൽ വെറുതെ കൃഷ്ണൻ്റെ ഫൈൻഡ് ആയിരിക്കും അല്ലേന്നോ? ഫൈൻഡായിരിക്കും, എനിക്ക് മനസ്സിലായില്ല. എൻ്റെ പൊന്നാര സുലേഖ, മുറിക്കുന്നത് പോണല്ല സ്റ്റിച്ചിടുന്നത്. അതെനിക്ക് മനസ്സിലാവണമെങ്കിലേ എൻ്റെ കൈയൊന്ന് മുറിഞ്ഞ് നോക്കണം. അതും ഇതും വേറെ മോളെ, മുറിച്ച് ഞാൻ വേറെ. ഇപ്പോൾ ഒരാളിപ്പോൾ പറയുക ഒരു ബ്ലേഡ് തരിക, നീ കൈ വേറെ മുറിക്കുന്നോ അല്ല നിൻ്റെ കൈ സ്റ്റിച്ചിടണോ എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കൈ വേറെ മുറിക്കുന്നു എന്നേ പറയുള്ളൂ. പച്ചക്ക് സ്റ്റിച്ചിടുന്നതിൻ്റെ സുഖം എനിക്ക് അറിഞ്ഞിട്ടില്ല, ഞാൻ അത് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്.
അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നൂർജഹാൻ, അടുത്തത് ഇവൾ ശബരിമലയിൽ പോകും, നോക്കിക്കോളൂ. ഒരിക്കലുമില്ല. കാരണം എനിക്ക് അയ്യപ്പനോട് അത്രക്ക് ഭക്തിയില്ല. എനിക്ക് അയ്യപ്പനോട് ഭക്തി തോന്നാനുള്ള ഒരേ ഒരു കാരണം എന്ന് വെച്ചാൽ, എനിക്കൊരു സാറുണ്ടായിരുന്നു. ആ സാറിനെ കുറിച്ച്, സാറ് എൻ്റെ വീഡിയോ കാണാറുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ സാർ ഒരിക്കൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജസ്ന, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റിയിരുന്നുവെങ്കിലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് ഭയങ്കര അയ്യപ്പ ഭക്തനായിരുന്നു. അങ്ങനെ ഇരിക്കെ സാറ് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടു. അപ്പം എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഞാൻ മറ്റൊരു മതക്കാരിയാണ്, നിങ്ങൾ അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് മാലയിട്ടൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഞാൻ സംസാരിക്കുന്നതിലൊന്നും ഒരു വിരോധമില്ല. നാളെ ഒരിക്കൽ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ സാധിച്ചാൽ, നീ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടോ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതിനു കൊണ്ടോ ഒന്നും ഒരു തെറ്റുമില്ല കുട്ടി. ഇറച്ചിയും മീനും ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അതേപോലെ നീ അശുദ്ധിയാവുന്ന സമയത്ത്, ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് നീ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ പോലും വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ ഒരു സാറിനോടുള്ള ഒരു ഇഷ്ടം, ആ ഒരു ഇഷ്ടമാണ് അയ്യപ്പനോട് ആ ഒരു ഇഷ്ടം മാത്രമേ എനിക്ക് അയ്യപ്പനോടുള്ളൂ. അല്ലാതെ എനിക്ക് അയ്യപ്പനോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമില്ല. എനിക്ക് കണ്ണനോടെ ഇഷ്ടമുള്ളൂ. തുറന്നു പറയുന്നതിന് എന്താ, ഞാൻ എന്തിന് ശബരിമലയിൽ പോകണം? അത് പറഞ്ഞതാര്? നൂർജഹാൻ. ഇനി ആദ്യം എൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിലുള്ള മുല്യാരിക്ക് ചെലവിന് കൊടുക്ക്, എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. സെലീന, ഇത് ബുദ്ധി മുട്ടി കളിക്കുകയാണോ? എന്നാ കളിയാക്കുകയാണോന്നോ? ഇത്ര ബുദ്ധിമുട്ടി കളിയാക്കുകയാണോന്നോ? അതേ, കളിയാക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ല. പുതിയ കള്ളക്കണ്ട തുടങ്ങിയെന്നോ? കള്ളക്കഥ തുടങ്ങി എന്നായിരിക്കും ഉദ്ദേശിച്ചത്, കവി ഉദ്ദേശിച്ചത്. ഫിനു അനു ഒന്ന് തന്നെയാണേ. മകളിങ്ങാന സോഷ്യൽ മീഡിയയിൽ വന്നു കാട്ടിക്കോ. കാട്ടുന്ന എന്നാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ കൂടെ ഈ ഒരു ഇത് വെച്ചിട്ട് തോന്നിവാസങ്ങളെല്ലാം ഹാർട്ട് എന്താ നിന്റെ ഉമ്മ കാണുന്നില്ലേ? ഇല്ലായിരിക്കും. ഇല്ലേ? എന്തില്ലേ? ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ എൻ്റെ ഉമ്മ നന്നായിട്ട് കാണുന്നുണ്ട്. എൻ്റെ ഉമ്മക്ക് കണ്ണിന് ഇപ്പോഴും കാഴ്ചക്കുറവൊന്നുമില്ല. മാംസിന് ഇപ്പോഴും 55 ഏജ് ആയിട്ടേ ഉള്ളൂ. മാംസ കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. ലോമുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് നിന്ന് കാണുന്നുണ്ട്. വെറുതെ എൻ്റെ ഉമ്മക്ക് കണ്ണ് കാണുന്നില്ല എന്നൊക്കെ കള്ളത്തരം പറയുന്നു. പോടി തന്നെ, എൻ്റെ കണ്ണ് ഊത്തി പൊട്ടിപ്പോകും. ദീപക് കുമാർ നമസ്കാരം അയച്ചിട്ടുണ്ട്. ആബിദ സിറാജ്, സലീം വിളിച്ചില്ലേ? സമാധാനിപ്പിക്കാൻ അരുൺ മാത്രമേ ഉള്ളൂ. സലീമിനെ വിളിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. സലീമിന് അവിടെ ഒരു ജോലിയുണ്ട്. അരുണിന് ഇവിടെ ഒരു ജോലിയില്ല. അവൻ ഊറ്റി ജീവിക്കുന്നു, അത്ര തന്നെ. പിന്നെ മരിക്കുന്നെങ്കിൽ എന്തൊക്കെ വഴിയുണ്ട്? എന്തൊക്കെ വഴിയുള്ളതെന്നൊന്ന് പറഞ്ഞു തരണേ. ഞാൻ പരീക്ഷിക്കാത്ത വല്ല പുതിയ വഴിയുണ്ടെങ്കിൽ നമുക്കത് നോക്കാം. വിടാം, കുടിച്ചാൽ വിഷം കുടിച്ചാൽ മതി. വിധം എഴുതിയത് വിധമല്ല മോളെ, വിഷം കുടിച്ചാൽ മതി. വിഷം കുടിച്ചു നോക്കിയതാ ഒരു കാലത്ത്, പക്ഷെ മരിച്ചില്ലടേ. വെറുതെ വെന്റിലേറ്ററിലൊക്കെ കിടന്ന്. ആബിദ സിറാജ് തന്നെ. നിന്റെ അത്ര മുന്നകൾ വരില്ലേന്നോ? മുന്നകൾ വരില്ലേന്നോ? എനിക്ക് മനസ്സിലാകുന്നില്ല മോളെ എൻ്റെ ഭാഷ. അടുത്ത അതിനെക്കാട്ടിലും അപ്പുറം തോന്നുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, കഴിയുന്നത് മലയാളത്തിലായിരിക്കും കേട്ടോ. സ്റ്റിച്ചിട്ടതിന് പേടിയുള്ള നീയാണോ ചാകാൻ
ഒരുങ്ങിയതുപോലെ. എൻ്റെ പൊന്നാര മക്കളെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ കൈ മുറിക്കുന്ന സമയത്ത് എൻ്റെ നെഞ്ചത്ത് നിങ്ങളൊരു വലിയൊരാനനെ കൊണ്ടച്ച് നിർത്തിയാൽ പോലും എനിക്ക് വേദനിക്കില്ലായിരുന്നു, ഞാൻ അറിയില്ലായിരുന്നു. അത്രമേൽ വേദന ആയ സമയത്താണ് ഞാൻ കൈ മുറിക്കുന്നത്. കൈ മുറിച്ച് കൈയൊക്കെ കെട്ടി ഇവരൊക്കെ എന്നെ സമാധാനിപ്പിച്ചതിന് ശേഷമാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ഞാനൊന്ന് നോർമലാവുന്നത്. എനിക്കിതേ ഇവിടെ ഇതാ ഈ ഒരു മെഡിസിൻ ബോക്സ്, ഇത് ബോക്സിലാക്കി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗുളികയുടെ പേര് ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് ഞാൻ റിലാക്സ് ആവാൻ തന്ന ഒരു ഗുളികയുണ്ട്. ഈ കാണുന്ന ഈ ഒരു ഗുളിക 2 എണ്ണം എന്നെ കുടിപ്പിച്ച്, ഞാൻ ഒരു ദിവസം 1 കുടിക്കുന്ന ഒരാളാണ് ടെൻഷന് വരുന്ന സമയത്ത് കേട്ടോ. ഇത് 2 എണ്ണം കുടിപ്പിച്ച് എന്നെ ഒന്ന് കൂളാക്കിയതിന് ശേഷം മാത്രമാണ് അവരെന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അത്രമേൽ ചെയ്യാത്ത തെറ്റിന് പൈ കേൾക്കുമ്പോൾ വരുന്ന വിഷയങ്ങളെ എനിക്കും വന്നിട്ടുള്ളൂ കുട്ടികളെ. സോറിയേ. അമ്മ പായസം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പായസം എല്ലാം കൂടി ഇങ്ങ് പോരി നിന്ന് എനിക്ക് പുറത്ത് പോയി ഒരു ചായ കുടിക്കാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. വരുമോ എന്തോ. നമ്മുടെ സോമേട്ടൻ ഇന്ദിര ചേച്ചി കൈയും കാലും എല്ലാവർക്കും പോലും നിരങ്ങി ജീവിക്കുന്നു. കൈയും കാലും ഇല്ലാത്തവർ പോലും നിരങ്ങി ജീവിക്കുന്നു. അവർക്ക് അങ്ങനെയല്ലേ ഇപ്പോൾ പറ്റുള്ളൂ. കൈയും കാലും ഇല്ലാത്തവരോട് എനിക്ക് എണീറ്റ് ഓടണം എന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യമുണ്ടോ? മൂപ്പത്തി വരെ ഉദ്ദേശിച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. കുട്ടികളോട് എല്ലാവരും സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യോ? കുട്ടികളോട് എല്ലാവരോടും സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യോ? നാളെ എൻ്റെ കുട്ടികൾ ഞാൻ കാരണം മറ്റൊരാൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എൻ്റെ കുഞ്ഞുങ്ങൾക്കൂട് വേണ്ടിയിട്ടാണ് ഞാൻ മരണത്തെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. ശൈലജ, ഈ കുട്ടിയെ ഇങ്ങനെ അപേക്ഷിക്കുന്നു. എന്തിനാണ് ഉദ്ദേശിച്ചത്? തിരിഞ്ഞുപോയത്. എന്തിനാ ഇങ്ങനെ അപേക്ഷിക്കുന്നത്? നിങ്ങളെല്ലാവരും 100% ആയിട്ടുള്ള ആൾക്കാരാണോ? ചോദിച്ച് ചേച്ചി. അങ്ങനെ കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്നതാണ് എൻ്റെ കമൻറ്റ് ബോക്സ്. അതിനെന്തോ മറുപടി വന്നേക്ക്. അതോടൊന്നും ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല, കാരണം ഇപ്പം തന്നെ 30 മിനിറ്റ് കഴിഞ്ഞതേ. ജാസ്മിൻ ജാസ്, ഐഫോൺ വാങ്ങുന്നതിനു മുൻപ് മലയാളം വായിക്കാൻ പഠിക്കണ്ടേ? അപ്പം ഞാനൊരു കാര്യം പറയട്ടെ. നീ ഈ പറയുന്ന ഭയങ്കര ഡയലോഗ് അടിച്ചോനെ, ഈ മംഗ്ലീഷിൽ എഴുതാണ്ട് നീ എന്തുകൊണ്ട് മലയാളത്തിൽ എഴുതിയില്ല? ആദ്യം നീ മലയാളത്തിൽ എഴുതി പഠിക്ക്, മംഗ്ലീഷിൽ എഴുതാതെ. എന്നിട്ട് ഞാൻ വായിക്കാൻ പഠിച്ചാൽ പോരെ? പോട്ട അസീന, നിന്റെ സലീം എവിടെ പോയി? ഫിനു, അപ്പം മയ്യത്ത് ബാപ്പാനെ കാണിക്കണ്ട എന്നു പറഞ്ഞു മോങ്ങുന്നത് കണ്ടല്ലോ. ആ ബാപ്പ ചളി മല്ലേന്നോ? എൻ്റെ ബാപ്പൻ്റെ പേര് മജീദ് എന്നാ. ഒരു മക്കളും മരിച്ചു കാണുവാൻ ബാപ്പമാരാഗ്രഹിക്കൂല. എൻ്റെ ബാപ്പാൻ്റെ മയ്യത്ത് ഇപ്പോഴും ഞാൻ പറയാം. ഞാൻ ഇപ്പം ഈ നിമിഷം ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഒരു ഇടി വെട്ടിപ്പോയാൽ മതി നമ്മൾ മരിക്കാൻ. അങ്ങനെയാണെങ്കിലും ഞാൻ പറയാം, എൻ്റെ മയ്യത്ത് എൻ്റെ ബാപ്പാനെ കാണിക്കരുത്. കാരണം അത്രമേൽ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, ആ കഷ്ടപ്പാട് ഞാൻ തിരിച്ചറിയാൻ വൈകിയത്, ഞാൻ തിരിച്ചറിഞ്ഞത് ഒരു 18-20 വയസ്സായ സമയത്താണ്. ഹെവി വെഹിക്കിളിൽ സ്റ്റിയറിങ് പിടിച്ചപ്പോൾ എൻ്റെ വാപ്പയുടെ വില ഞാൻ മനസ്സിലാക്കിയത്. പിന്നീട് അങ്ങോട്ട് കുറ്റബോധമായിരുന്നു. ചെരുപ്പ് പൊട്ടിയാൽ മേടിച്ച് തരൂല. കുടയില്ലാതെ കുറേ സ്കൂളിൽ പോയിട്ടുണ്ട്. ബാഗ് കീറിയിട്ട് തുന്നിയിട്ടാണ് സ്കൂളിൽ പോയത്.
യൂണിഫോമില്ലാഞ്ഞിട്ട് യൂണിഫോമിന് പാവാട കിറക്കല്ലാഞ്ഞിട്ട് അങ്ങ് താഴ്ത്തി കൊടുത്തിട്ടാണ് ഞാൻ പോയത്. കൈ പൊക്കിയാൽ വയറ് കാണും, അതുകൊണ്ട് കൈ പൊക്കാൻ ഒഴിവില്ല. തട്ടമിട്ട് മൂടിയിട്ടൊക്കെ പോയൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഈ വാപ്പാനെ ഞാൻ പ്രാഗിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നല്ല മനുഷ്യനായിരുന്നെങ്കിൽ എനിക്ക് ഇതൊക്കെ വാങ്ങിത്തരൂലായിരുന്നോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 20-ാം വയസ്സിൽ ബസ്സിൻ്റെ ഡ്രൈവർ സീറ്റിൽ കയറി കുത്തിരിഞ്ഞിട്ട് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചപ്പോൾ ആ പാവം മനുഷ്യന് ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടി കഷ്ടപ്പെട്ടത് എത്രത്തോളമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. പൊന്നാര മക്കളെ, നിങ്ങളൊക്കെ ഒരമ്മയായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ഭർത്താവ് അവരൊരച്ഛനായിരിക്കും. അവരുടെ ആ ഒരു വിഷമം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അച്ഛനായിട്ട് തന്നെ ജീവിക്കണം, അമ്മയായിട്ട് ജീവിച്ചിട്ട് കാര്യമല്ല. എൻ്റെ വാപ്പാനെ മനസ്സിലാക്കിയ ഏക നിമിഷം ഞാനത്. എന്നതിന് ശേഷം എൻ്റെ വാപ്പാനെ ഞാൻ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. എൻ്റെ വാപ്പ ഒരു പട്ടവാച്ച് കെട്ടി നടക്കുന്ന ഒരു വാപ്പയായിരുന്നു. ഇന്ന് എൻ്റെ വാപ്പ കെട്ടുന്നത് 18,000 രൂപയുടെ വാച്ചാണ്. അപ്പോൾ 18,000 എന്നൊക്കെ പറയുന്നത് ഇത്ര വലിയ പൈസയാണോ എന്ന് ചോദിക്കും. എന്നെ സംബന്ധിച്ച് പൈസയാണ്. ഒരു മകള് വാങ്ങിക്കൊടുത്തതാണ്. ഉപയോഗിക്കുന്ന ഫോണ്, വീടുണ്ടാക്കി കൊടുത്തു 18 ലക്ഷം കൊടുത്തിട്ട്. 18,000 രൂപയുടെ വാച്ച് വാങ്ങിക്കൊടുത്തതിന് ശേഷം 18 ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുത്തു. അതാണ് ഈ മകള്. ഈ മകള് മരിച്ചു കിടക്കുന്നത് കാണാൻ ആ വാപ്പ ഒരിക്കലും ആഗ്രഹിക്കില്ല. കാണാൻ പറ്റില്ല ആ വാപ്പാക്ക്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഫിനുവിനെല്ലാം മനസ്സിലായി എന്ന് മനസ്സിലാവുന്നു. എന്താ നിഷ ജയകുമാർ എന്നാണ് തോന്നുന്നു. ഹാർട്ട് ഇട്ടിട്ടുണ്ട്. അമ്മായി നമ്മളെ ചേച്ചിയെ നിങ്ങൾ കമൻ്റ് ഇട്ടത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ നീ എന്തിന് എനിക്ക് അയച്ചു തന്നു? ഏത്? ഞാൻ ആ വീഡിയോസ് നിനക്ക് അയച്ചു തന്നത് എന്തിനാന്ന് വെച്ചാൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ആസ്വദിക്കണം അത് കാണുമ്പോൾ. എന്തുകൊണ്ടാണെന്നറിയോ? നീയൊക്കെ ഒരു മനുഷ്യൻ ചിരിക്കാൻ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നീയൊക്കെ ഒരു മനുഷ്യൻ കരയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ആ വ്യക്തി മറ്റൊരാളുടെ കണ്ണിൽ നിന്നും വരുന്ന കണ്ണീരിനെയാണ് ആസ്വാദനമായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഞാൻ നിനക്ക് അയച്ചു തന്നു. ദാറ്റ്സ് ഓൾ. മൊയ്തീൻ ജസ്ന മായാവി, ഇയാളിത് സ്ഥിരം ഇടുന്നതാ. എന്താ അസ്ര, നീ ചത്തില്ല കുഞ്ഞേ. ചത്തെങ്കിൽ ഞാനിങ്ങനെ വന്ന് സംസാരിക്കുമോ എൻ്റെ പൊന്നു മക്കളെ. അപ്പം നമ്മളുടെ കമൻസൊക്കെ ഇത്രയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ നാളത്തേക്കുള്ള വീഡിയോ ഇന്ന് ചെയ്ത് വെച്ചതാണ്. നാളെ ഇത് പോസ്റ്റ് ചെയ്യുള്ളൂ. നാളെ എനിക്ക് വേറെ സ്പെഷ്യലായിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഉറക്കം വരാത്തത് കൊണ്ട്, ഞാൻ മെഡിസിൻ എടുത്തിട്ടുണ്ട് പക്ഷെ ഉറക്കം വരുന്നില്ലടേ, അതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്തു വെച്ചു എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയും നിങ്ങൾ കമൻ്റ് ഇടുക. എന്താണോ നിങ്ങളുടെ മനസ്സിൽ, എന്ത് വിഷമമായാലും സങ്കടമായാലും സന്തോഷമായാലും എന്ത് ബുദ്ധിമുട്ടുകളാണ് ഞാൻ കാരണം ഉണ്ടായതെങ്കിലും എന്ത് തന്നെ ആയാലും ഈവൻ എന്ത് കാര്യവും നിങ്ങൾക്ക് എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. അതിനുള്ള മറുപടി ഞാൻ തരാം. എല്ലാത്തിനും മറുപടി തരാം. ഒരൊറ്റ മെസ്സേജ് പോലും സ്കിപ്പ് ചെയ്യാതെ ഞാൻ മറുപടി തരാം. പിന്നെ ഈ അന്യഭാഷാ സംസ്കാരം അല്ല ഭാഷകളൊന്നും എനിക്ക് വായിക്കാൻ എനിക്ക് പറ്റത്തില്ല ഗൈസ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.